ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ്. നിങ്ങൾ വീട് വയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കിച്ചണിൽ സ്ലാബ് എങ്ങനെ വേണം, നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇവിടെ അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടതായിരിക്കും കേട്ടോ. വീഡിയോ മുഴുവനും കണ്ടു നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ആണെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്തേക്കണം. ഇതിപ്പോൾ നമ്മൾ വീടിൻ്റെ ഓണറാണ് ഈ അടിച്ച് പൊട്ടിക്കുന്നത്. ഇവിടെ ഒരു കിച്ചൺ സ്ലാബ് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീട് ഇവർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ഇവിടുത്തെ എൻജിനീയറും എല്ലാവരും പറഞ്ഞ് ഇവിടെ സ്ലാബ് വേണ്ട, മോഡൽ കിച്ചണാണ്, അപ്പോൾ സ്ലാബ് വേണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ സ്ലാബ് ചെയ്തില്ല. അപ്പോൾ ഇപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്കിവിടെ സ്ലാബ് വേണം. അപ്പോൾ അങ്ങനെ സ്ലാബ് വേണം എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് കുറേ തൂങ്കട്ടി കെട്ടിയിട്ട് നമുക്കവിടെ ഒരു സ്ലാബ് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് അടിച്ച് പൊട്ടിച്ച് കയറ്റം കൊടുത്ത് അതിനകത്തുകൂടി തന്നെ നമുക്ക് സ്ലാബ് ചെയ്യണം. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വീട് വയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനത്തെ സ്ലാബ് വേണം, നിങ്ങൾക്ക് കിച്ചൺ എങ്ങനത്തത് വേണം എന്ന് നിങ്ങൾ ആദ്യം സ്വയം തീരുമാനമെടുക്കണം. ആൾക്കാർ മറ്റുള്ളവർ പലതും പറയും. അവർ പറയും മോഡൽ കിച്ചൺ ചെയ്യാൻ സ്ലാബ് വേണ്ട എന്നൊക്കെ പലതും പറയും. പക്ഷേ കാശ് മുടക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ വീടിന് എങ്ങനത്തെ സ്ലാബ് വേണം എന്ന് നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തിയതിന് ശേഷം മാത്രമേ അതിലോട്ട് ഇറങ്ങിത്തിരിക്കാവൂ. അപ്പോൾ ഇപ്പോൾ ഇവിടെ സ്ലാബ് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളിവിടെ ഇപ്പോൾ അടിച്ച് പൊട്ടിക്കുകയാണ്. അപ്പോൾ ഒരു കണക്ക് എന്തുകൊണ്ടും നമ്മൾ സ്ലാബ് ചെയ്ത് തന്നെ വർക്ക് തീർക്കാൻ നോക്കണം. കാരണം നമ്മൾ ഈ ഭിത്തി കെട്ടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ സ്ലാബ് അടിച്ച് അതിൻ്റെ മുകളിൽ ഹോളോ ബ്രിക്സ് വെച്ച് കെട്ടുന്നതും ഈ സെപ്പറേറ്റ് രണ്ടാമത് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ ആദ്യം തന്നെ ഭിത്തി കെട്ടാൻ നേരത്ത് സ്ലാബ് അടിച്ച് പോകുന്നതിൻ്റെ ആ ഒരു ബലം രണ്ടാമത് ചെയ്യുമ്പോൾ കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ മോഡൽ കിച്ചൺ എന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്കും മെറ്റീരിയൽ കൂടിയ, ക്വാളിറ്റി കൂടിയ സാധനങ്ങളൊക്കെ വെച്ചാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം. അത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അത് പറ്റിയെന്ന് വരില്ല. ഈ സാധാരണക്കാരുടെ കയ്യിലുള്ള കാശുകൊണ്ട് നമ്മളൊരു മോഡൽ കിച്ചണൊക്കെ സ്ലാബ് അടിക്കാതെ അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്ത് അതിൻ്റെ മുകളിൽ വലിയ ഗ്രാനൈറ്റ് മാർബിളൊക്കെ എടുത്തിട്ട് ചെയ്യുമ്പോൾ അതിനൊരു ഗ്യാരൻറ്റിയും പറയാൻ പറ്റില്ല. അത് എത്ര വർഷം കിടക്കുമെന്ന്, കൂടിപ്പോയ ഒരു 10-15 വർഷം. അപ്പോൾ നമ്മളൊരു കിച്ചണിലെ സ്ലാബ് എന്ന് പറയണത് ഒരു 10-15 വർഷം കിടന്നാൽ പോരല്ലോ. നമ്മളെ വീട് ഉള്ളിടത്തോളം കാലം മുഴുവനും നമുക്ക് കിച്ചണിലെ സ്ലാബ് വേണം. അപ്പോൾ എപ്പോഴും നമുക്ക് നല്ല ക്യാഷ്, നമ്മളെ കയ്യിൽ നല്ല എമൗണ്ട് ഉണ്ട്, നമ്മളെ കയ്യിൽ അനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ആ പൈസ മുടക്കി അത്രയും ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തുകൊണ്ടും എൻ്റെ ഒരു അഭിപ്രായം, എന്തുകൊണ്ടും നമ്മൾ സ്ലാബ് അടിച്ച് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. കാരണം സ്ലാബ് അടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ അത് അങ്ങനെ തന്നെ കിടക്കും. ഇതിപ്പോൾ 6 ഇഞ്ച് ഹോളോ ബ്രിക്സ് വെച്ചാണ് നമ്മൾ ഇവിടെ കെട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ 3 ഇഞ്ച് ജാക്കി ആമർ വാടകയ്ക്കെടുത്താണ് നമ്മളിത് അടിച്ച് കളയുന്നത്. കാരണം 3 ഇഞ്ച് കളഞ്ഞിട്ട് 3 കട്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് ഇഷ്ടിക വെച്ച് 2.25 ഇഞ്ച് കണക്കിനാണ് കട്ടിയുടെ സൈസ് കുറയ്ക്കാൻ വേണ്ടി ചെയ്തിട്ടാണ് നമ്മളിവിടെ കോൺക്രീറ്റ് ചെയ്യുന്നത്. കാരണം അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ സ്ലാബ് കൊണ്ട് തൂങ്ങും. കാരണം കുറച്ച് നാൾ കഴിയുമ്പോൾ കൊണ്ട് തൂങ്ങിക്കളയും. അപ്പോൾ തൂങ്ങാതിരിക്കാൻ വേണ്ടി ഒരു സപ്പോർട്ടിന് വേണ്ടിയാണ് നമ്മൾ ഈ കട്ടി കൊടുക്കുന്നത്. നമുക്ക് ആദ്യം ഫസ്റ്റ് തന്നെ സ്ലാബ് അതിൻ്റെ കൂടെയാണ് നമ്മൾ സ്ലാബ് വാർക്കുന്നതെങ്കിൽ നമുക്ക് 3 കട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരേ ഒരു കട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇതങ്ങനെയല്ല ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ 3 കട്ടി കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ 2 ഇഞ്ച് കനത്തിന്, മാക്സിമം 2 ഇഞ്ച് 2.5 ഇഞ്ച്, അതിൽ കൂടുതൽ കനത്തിൽ സ്ലാബ് അടിക്കരുത്. 2.5 ഇഞ്ച് കനത്തിൽ സ്ലാബ് അടിച്ച് അതിൻ്റെ മേളിൽ ചാന്തുവനവും ഗ്രാനൈറ്റിൻ്റെ പീസൊക്കെ വരുമ്പോൾ അത്യാവശ്യം കാണാൻ നല്ല ലുക്കായിരിക്കും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പൈസ അനുസരിച്ച് നമുക്കതിനകത്ത് കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ സ്ലാബിൻ്റെ വീതി എന്ന് പറയുന്നത് 24 ഇഞ്ചാണ് ഒരു ഗ്രാനൈറ്റ് 2 അടിയുടെ അളവ്. നമ്മളെപ്പോഴും സ്ലാബ് കൊടുക്കുമ്പോൾ 22 ഇഞ്ചിന് നമ്മൾ സ്ലാബ് കൊടുക്കണം. ആ 22 ഇഞ്ചിന് സ്ലാബ് അടിക്കുമ്പോൾ ഒറ്റ പീസ് നമ്മൾക്ക് പീസ് വെട്ടിയിടാതെ ഗ്രാനൈറ്റ് ഒറ്റ പീസിലിട്ട് തീർക്കാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ വീട് വയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടും നല്ലത് സ്ലാബ് അടിച്ച് ചെയ്യുന്നത് തന്നെയായിരിക്കും. കാരണം നമ്മൾ ഭിത്തി കെട്ടാൻ നേരത്ത് അതിൻ്റെ കൂടെ തന്നെ കമ്പി തട്ടടിച്ച് കമ്പി വാർത്ത് ഇട്ട് കോൺക്രീറ്റ് ചെയ്ത് നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷനും വേണ്ട. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതിപ്പോൾ നമ്മൾ 6 ഇഞ്ച് ഹോളോ ബ്രിക്സ് ജാക്കിയ മുറിച്ചിട്ട് അടിക്കുമ്പോൾ നമ്മളെ ഭിത്തിയിൽ മുഴുവൻ ഷേക്ക് വരെയാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി, ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അത്രയും വളരെ പതുക്കെയാണ് ഇത് അടിച്ച് പൊട്ടിച്ച് ഏകദേശം ഒരു 3 ഇഞ്ച് കനത്തിൽ നമ്മൾ അടിച്ച് കുഴിക്കുന്നത്. എന്നിട്ട് കമ്പി അതിനകത്ത് കയറ്റി കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ആയിരിക്കും. പിന്നെ അവർക്ക് എന്തനുസരിച്ച് വേണമെങ്കിലും അവർക്ക് മോഡൽ ചെയ്യാം.
അപ്പോൾ വീട് വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു ഐഡിയ വേണം. നമ്മളെ കിച്ചൺ സ്ലാബ് എങ്ങനെ ആയിരിക്കണം, നമ്മളെ കിച്ചൺ എങ്ങനെ ആയിരിക്കണം, നമ്മളെ വീട് എങ്ങനെ ആയിരിക്കണം എന്ന് അതിൻ്റെ ഓണറാണ് തീരുമാനിക്കേണ്ടത്, പുറത്തുള്ളവരല്ല. പുറത്തുള്ളവർ പലതും പറയും, കാരണം കാശ് മുടക്കുന്നത് നിങ്ങളാണ്. അവർ പറഞ്ഞിട്ട് അവരങ്ങ് പോവും. നിങ്ങളതനുസരിച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആകെപ്പാടെ പ്രശ്നമാകും, കയ്യിൽ നിന്ന് കാശും പോവും. ഞങ്ങളിവിടെ 2.25 ഇഞ്ചിന് വാട്ടർ ലെവലിനടുത്ത് 3 കട്ടിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇനി സ്ലാബ് അടിച്ച് വാർത്ത് കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റും ബാക്കിയുള്ള കബോർഡിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ കിച്ചൺ സൂപ്പറായി സ്ട്രോങ് ആയിരിക്കും. നിങ്ങൾക്ക് ഒന്നും കൊണ്ടും പേടിക്കേണ്ടി വരത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ.